സ്ഥാപനത്തിന്റെ കുറിച്ച് പറഞ്ഞ വർദ്ധമായി ഓടിയണിയുവാൻ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ കാണുവാൻ സഹപ്രവർത്തകരെ കാണുവാൻ കൂടെ പഠിച്ച കൂട്ടുകാരെ കാണുവാൻ അവസരം അധ്യക്ഷതയിരിക്കുന്ന സ്നേഹസംവാദം നമ്മുടെ ഇന്ന് ആദരിക്കപ്പെടുന്ന ആദ്യ ബാച്ചിനെ പിന്നീട് പ്ലാറ്റിനം ജൂബിലി നിർവഹിച്ചിരിക്കുന്ന ഇരുമാപ്രമറ്റം MDCMS ഹൈസ്കൂളിന്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പൂർവ്വാധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സംഗമം ആരംഭിക്കുകയാണ്. ഈ സമയം നമുക്ക് എല്ലാവർക്കും ജഗദീശന്റെ കൃപാകടാക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പൂജിക്കുന്നു നിൻ കൃപാകടാക്ഷമെന്നിൽ നൽകു ദേവാ ദേവനേ നിൻ കൃപാവരങ്ങളിൽ നൽകു ദേവാ ദേവനേ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പൂജിക്കുന്നു. താങ്ക് യു. ജഗദീശന്റെ കൃപാകടാക്ഷത്തോടു കൂടി അറിവിന്റെ 75 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ കലാലയത്തിന്റെ ഇരുമാപ്രമറ്റം MDCMS ഹൈസ്കൂളിന്റെ തിരുവനന്തപുരത്തേക്ക് ഏവർക്കും സ്വാഗതം. നിറഞ്ഞ സദസ്സിൽ അഭിമാനത്തോടും സന്തോഷത്തോടും നാം ഒത്തുചേർന്ന് വരികയാണല്ലോ. വലുതും ചെറുതുമായ കൈത്താങ്ങലിലൂടെ നിറച്ചാൽ നയിക്കുന്ന ജൂബിലി ആഘോഷങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ടാതികൾക്കും ഈ വേദിയെ ധന്യമാക്കുന്ന ബഹുമാന്യരായ രക്ഷിതാക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി OSAയുടെ സെക്രട്ടറിയും നമ്മുടെ കലാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ ടിജെ ബെഞ്ചമിൻ തത്തുകാറ്റിന്റെ സ്നേഹപൂർവ്വം സ്വാഗത ആശംസകൾക്കായിട്ട് ക്ഷണിച്ചു കൊടുക്കുന്നു. Good morning to everybody. Good morning. Good morning. Thank you. ഏറ്റവും പ്രിയങ്കരനായ യുവകാശിഷൻ OSAയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി മാത്യു അവர்கள், നമ്മുടെ എല്ലാമായിരിക്കുന്ന നമ്മുടെ വിരാട്ടുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ സംസ്ഥാനത്ത് ചേർന്നിരിക്കുന്ന ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസ് അവർ, യോഗത്തിന്റെ നമ്മുടെ OSAയുടെ എല്ലാമായിരിക്കുന്ന മുൻ ഹെഡ്മാസ്റ്റർമാരിക്കുന്ന ഐസക് സർ, നമ്മുടെ ട്രഷറർ ആയിരിക്കുന്ന ശ്രീ തോട്ടം, വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ സ്കൂളിലെ ഹെഡ്മിസ്ട്രസ്, മറ്റ് പ്രധാന വ്യക്തികളായി വേദിയിൽ സജീവരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിനുപരിയായിട്ട് ഈ ഹാളിൽ പ്രസന്റായിരിക്കുന്ന ഒരു അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്, പ്രിയമുള്ള എൻ്റെ സുഹൃത്തുക്കളെ, സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എൻ്റെ ചില അഭിവാദ്യങ്ങൾ ആദ്യമായി നേരിട്ടാണ്. മോഹം ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോടി നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുവാൻ മോഹം, മരമൊന്നുവാൻ മോഹം, ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. MDCMS ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച പ്രൗഢഗംഭീരമായ സദസ്സിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ സണ്ണി മാത്യു വടക്കേവളഞ്ഞ സാറാണ്. സാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ജനങ്ങൾക്കിടയിലെ പൊതുപ്രവർത്തകനായി ഏതൊരാവശ്യത്തിനും ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ക്ഷമയും ശാന്തതയും കൈമുതലായുള്ള മുൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ള മേലുകാവ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ സണ്ണി മാത്യു വടക്കേവളഞ്ഞ സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെയായ എല്ലാം പ്രിയപ്പെട്ട ഇരാട്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസ്, ഈ നമ്മുടെ ഈ യുവതിയുടെ എല്ലാ കാര്യങ്ങളും നേതൃപരമായിട്ട് ഏറ്റെടുത്ത് നടപ്പാക്കിയ ഈ സ്കൂളിലെ മുൻ
ഹെഡ് മാസ്റ്ററും മുൻ ജില്ലാ കൗൺസിൽ മെമ്പറും അതേപോലെ തന്നെ വെലികാവ് ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന എൻ്റെ ഗുരുനാഥൻ കൂടിയായ ഏറ്റവും ആദരണീയനായ ബേബി സാറ്, OSAയുടെ സെക്രട്ടറി, ഇവിടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഏറ്റവും പ്രിയനായ ബെഞ്ചമിൻ സാറ്, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും രാമപുരം കോളേജിൻ്റെ പ്രിൻസിപ്പളുമായിരുന്ന ഏറ്റവും ബഹുമാന്യമാകുന്നതായ പ്രൊഫസർ വിജയ ജോസഫ് സാറ്, നമ്മുടെ ഈ സ്കൂളിൻ്റെ ആദ്യത്തെ ബാച്ചിൽ 3 പേരാണ് ആദ്യമായിട്ട് ഇവിടെ പഠിച്ച 49-ലുള്ള കാലമുള്ളത്. അതിലൊരാൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, ഏറ്റവും ബഹുമാനിയായ ലിസിയാമ്മ ടീച്ചർ. അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ പ്രസന്ന സോമൻ, പ്രിയമുള്ള OSAയുടെ വൈസ് പ്രസിഡന്റ് ദീപാമോള്, പ്രിയപ്പെട്ട സിബി പിളത്തോട്ടം OSAയുടെ ട്രഷറർ, ഏറ്റവും ബഹുമാനപ്പെട്ട HM ലിൻഡ ടീച്ചർ, ബഹുമാനായ അധ്യാപകരെ, പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വട്ടം കൂടെ MDCMSൻ്റെ തിരുവനന്തപുരത്ത് നമുക്കെല്ലാവർക്കും ഒത്തുചേരാനുള്ള അവസരം ഉണ്ടായല്ലോ നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയാണ്. നമുക്കറിയാം, ഈ പ്രദേശത്തെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ് ഇരാറ്റുപേട്ട എന്ന് തോന്നാൻ തൊഴിൽ പോകുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. 1949 ആരംഭിച്ചപ്പോൾ ഒട്ടേറെ കഷ്ടപ്പെട്ട് നമുക്കറിയാം, അന്നത്തെയൊക്കെ സാഹചര്യങ്ങൾ JCBയോ ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മുടെ ഇവിടെ നിരപ്പാക്കുകയും കുഴികളെടുക്കുകയും നെല്ലുപൊട്ടിക്കുകയും ചുമക്കുകയും ഒക്കെ ചെയ്ത നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈ മലയോരങ്ങളിൽ നിന്ന് അവിടെ ഷെഡ് കെട്ടി സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ചാലമറ്റത്ത് തന്നെ ഷെഡ് കെട്ടി അന്ന് പണിയാനായിട്ട് ചില അമ്മമാർ മലയിൽ ഇറങ്ങി വന്ന് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ വന്ന് അവർ നമ്മുടെ സ്കൂളിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളിയായ കാര്യവും പലപ്പോഴും സാർ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഈ ജൂബിലിയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് കൂടുന്നവരാണ്. നമ്മളിരുന്ന ബെഞ്ചും അന്ന് ഒരുമിച്ചിരുന്ന 4-5 പേരെയും ആ ക്ലാസ്സിലുണ്ടായിരുന്നവരെയും ഈ സ്കൂളിൽ ആ കാലഘട്ടത്തിൽ പഠിച്ചവരെയും ഒക്കെ ഒന്ന് നേരിട്ട് കാണുന്നതിനും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്കറിയാം, അനുഭവങ്ങൾ പങ്കെടുക്കുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. നമ്മുടെ ആ കാലഘട്ടത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, ഇന്നത്തെ പദവികളെക്കുറിച്ചും ഒക്കെ നമുക്ക് സംസാരിക്കുന്നതിന്, അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനൊക്കെ ഉള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഉച്ച കഴിഞ്ഞാണ് പ്രധാനപ്പെട്ട നമ്മുടെ സമ്മേളനമുണ്ട്. അതേപോലെ തന്നെ നിരവധി ഉന്നത സ്ഥാനത്ത് എത്തിച്ചേർന്ന നിരവധിയായ ആൾക്കാർ നമ്മുടെ കേരളത്തിലും അതേപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വളരെ 2500 പേരാണ് ഇവിടെ നമുക്ക് വിദ്യാർത്ഥികളായിട്ടുള്ളത്. അവരിൽ ഒട്ടേറെ പേര് വിവിധ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ, നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവർ എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും കുറേയധികം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല മികച്ച അധ്യാപകർ, അതുപോലെ എഞ്ചിനീയർമാർ, കോളേജ് പ്രിൻസിപ്പൾമാർ, PVS അച്ഛനൊക്കെ ഇവിടെ ഈ സ്കൂളിൽ പഠിച്ച വെട്ടിപ്പറ്റം കോളേജിൻ്റെ പ്രിൻസിപ്പളായ ആളാണ്. വിജയ ജോസഫ് സാറ് പിന്നെ ഇവിടെ പഠിച്ച ആളാണ്. അങ്ങനെ നിരവധിയായ ആൾക്കാരുണ്ട്. ഈ കൂടുതലായിട്ടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കൊന്ന് ഒത്തുകൂടാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് OSA പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ സ്കൂള് കെട്ടിലും മറ്റും എല്ലാം ഒരു മാറ്റം വന്നിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ഈ ഹാള്, അതുപോലെ തന്നെ സ്കൂളിൻ്റെ പരിസരങ്ങൾ, മറ്റു ഹാളുകൾ, കെട്ടിടങ്ങൾ, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ 20 ലക്ഷത്തോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, സിനിമയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറയുന്ന പോലെ ബാലേന്ദ്രവനെ സിനിമ പോലെയാണ്. ഇതിൻ്റെ കഥാ, തിരക്കഥാ, സംവിധാനം എല്ലാം നമ്മുടെ ബേബി സാറാണ്. ബേബി സാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 1.5 വർഷമായിട്ട് സാറത് മനസ്സിൽ കരുതി ഓരോ കാര്യങ്ങൾ സാറ് അത് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മറ്റുള്ളവരുടെ എഞ്ചിനീയർമാരുടെയും കൂടെ മറ്റുള്ളവരുടെ ഒക്കെ സ്വീകരിച്ച് ഞങ്ങളുടെ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും ഞങ്ങളെല്ലാവരും അതിനെ പരിപൂർണമായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ നിർദ്ദേശങ്ങളൊന്നും പറയാത്ത രീതിയിൽ സാറത് പരിപൂർണമായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസിനെ നല്ല കൈയ്യടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ്. MDCMS സ്കൂളിലെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചുള്ള സമാപന സമ്മേളനമാണ് ഇന്ന് നമുക്ക് ഇവിടെ
ഇന്നിവിടെ നടക്കുന്നത്. അതിന് അധ്യക്ഷത നൽകിയിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ OSയുടെ പ്രസിഡന്റായിരിക്കുന്ന സണ്ണി മാത്യു അവർ, ഏറ്റവും സ്നേഹനിധിയായ തിരുമേനി റെവറൻ KG ഡാനിയൽ തിരുമേനി, മാക്സ് ജോൺസൺ, ഏറ്റവും സ്നേഹമുള്ള ബേബി സാറ്, തിരുമേനി കൊച്ചമ്മ, OSയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബെഞ്ചമിൻ സാറ്, വേദിയിലായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലായിരിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ളവരെ, പ്രിയമുള്ള കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാമല്ലോ, 1949 തുടങ്ങിയ ഈ സ്കൂള് അന്ന് ഓർക്കുന്ന ഓരോരുത്തർക്കും അറിയാം ആ അക്ഷരമുറ്റത്ത് വന്ന ആ ഒരു ദിനം എന്ന് പറയുന്നത്. ഈ അക്ഷരമുറ്റത്ത് വന്ന് അറിവ് പകർന്നു കൊടുത്തവരും അതുപോലെ അറിവ് നേടിയവരും ഓരോരുത്തരും ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല. അവർക്ക് പങ്കുവയ്ക്കുവാൻ അനേക കാര്യങ്ങളുണ്ട്. ഇവിടെ അന്ന് മുതലുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് തുടക്കം കുറിച്ച ബെഞ്ചമിൻ സാർ ഉൾപ്പെടെ, ബെഞ്ചമിൻ സാറിന്റെ 64 സഹപാഠികളായിട്ട് ഇവിടെ കൂട്ടുകാരോട് ഒന്നിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. സാർ പറയുന്നത് എപ്പോഴും ഞങ്ങളോട് ഓരോ OS മീറ്റിംഗ് പങ്കെടുക്കുമ്പോഴും സാർ പറയാറുണ്ട്, ഞങ്ങളാണ് ഏറ്റവും ഫസ്റ്റ് ബാച്ച് SSLC എന്ന് പറയാറുണ്ട്. സാറിൻ്റെ കൂടെ പഠിച്ച പലരും ഇന്നിവിടെ ഉണ്ട്. അതിലേറെ സന്തോഷമാണ് എനിക്ക് ഞാൻ പഠിച്ച സ്കൂളിൽ ഈ ഒരു നില വരെ എത്തുവാൻ ദൈവം സഹായിച്ചോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ പഠിപ്പിച്ച അധ്യാപകരോടൊപ്പം, എൻ്റെ കൂട്ടുകാരോടൊപ്പം, എൻ്റെ പ്രിയ മക്കളുടെ കൂട്ടുകാരോടൊപ്പം, അതുപോലെ കൊച്ചു മക്കളോടൊപ്പം ആയിരിക്കുവാൻ ഈ സ്കൂളിനെ ഇത്രയേറെ വലുതാക്കിയ ദൈവത്തിനാണ് ആദ്യമായിട്ട് നന്ദി പറയുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒട്ടേറെ ആളുകൾ ഇന്നിവിടെ ഇരിപ്പുണ്ട്. പ്രത്യേകം OSA ഗ്രൂപ്പിന്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ട്രഷററിനെയും അതോടൊപ്പം പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ സ്കൂളിനെ സ്നേഹിച്ച, ഞാനിന്ന് പ്രസംഗിക്കുവാനായിട്ട്, ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനായിട്ട് കുറേയേറെ കാര്യങ്ങൾ പറയണമെന്ന് മനസ്സിൽ വിചാരിച്ചു വന്നു. എന്നെ പഠിപ്പിച്ച അധ്യാപകരെ കണ്ടപ്പോൾ എങ്ങനെയാണ് പ്രസംഗം പറയുന്നത് എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. എന്നെ പഠിപ്പിച്ച ചെറിയാൻ സാറും അതുപോലെ എസ് ടീച്ചറും സാലുകുടി ടീച്ചറും റസിയാമ ടീച്ചറും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ജോസഫ് സാറൊക്കെ വളരെയേറെ സന്തോഷം തോന്നുന്നു. ഞങ്ങളെ പോലെ യുവത്വം തോന്നിക്കുന്ന ടീച്ചർമാര് ഇവിടെ ഇരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അവർ തന്ന അറിവുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രത്യേകമായ സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഇത്രയും സ്നേഹബഹുമാനുള്ള സമയം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസ്, എൻ്റെയും ഗുരുവായ പേട്രൺ ശ്രീ AJ ഐസക് സാർ, മറ്റ് വേദിയിലും സദസ്യമായിരുന്ന ഗുരുഭൂതന്മാരെ, അനധ്യാപകരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എന്നും ഇരിക്കട്ടെ. ഇവിടെ വലിയൊരു പ്രസംഗത്തിൻ്റെ പ്രസക്തിയില്ല എന്ന് എനിക്കറിയാം. ഉച്ചകഴിഞ്ഞ സമ്മേളനത്തിലും ഏതാനും കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
എന്നാൽ ഇപ്പോൾ നായപ്രകാരം കൂടിയിട്ടുള്ളത് പ്രസംഗിക്കുവാൻ വേണ്ടിയല്ല. നമ്മുടെ പണ്ടത്തെ രീതിയിൽ പറയാൻ കൊച്ചു വർത്തമാനം പറയാം. അത് ഈ കലാലയത്തിൽ നാം ചെലവഴിച്ച ദിവസങ്ങൾ നമുക്ക് എപ്രകാരമായിരുന്നു എന്ന് ചില അനുഭവങ്ങൾ പങ്കിടാൻ വേണ്ടിയാണ്. ആ അനുഭവങ്ങൾ ഏറ്റവും കൂടുതൽ നാം പാഠങ്ങളിൽ പുസ്തകങ്ങളിൽ വായിച്ച അറിവിനേക്കാൾ കൂടുതലാണ് എന്ന് പിന്നീടുള്ള കാലങ്ങൾ നമുക്ക് തെളിയിച്ചതാണ്. ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് പ്രത്യേകിച്ച് നാമും നമ്മുടെ ആശയം അംഗീകരിക്കാത്തവരുമായി ഒരുമിച്ച് സംവേദിക്കുവാനോ ഒരുമിച്ച് പോകുവാനുള്ള ഒരു നല്ല മാർഗം. ഇവിടെ ഞാൻ ഓർക്കുന്നു, പഴയ കാലങ്ങളിൽ ഈ സ്കൂളിലെ ശിക്ഷണം, ആ ശിക്ഷണത്തിലൂടെ വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 65 മുതൽ 67 വരെയുള്ള 2 കാലഘട്ടം 2 വർഷങ്ങൾ മാത്രമേ ഇവിടെ പഠിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുള്ളൂ. അന്ന് എൻ്റെ കൂടെ പഠിച്ച അനേകർ ഇന്ന് ജീവിതത്തിൻ്റെ പല തുറകളിൽ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട്. അവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു, അവരെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ച അനേക അനുഭവങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ പാഠങ്ങളെക്കാൾ കൂടുതൽ പാഠ്യേതരമായ സ്വാധീനമാണ്. ഇന്ന് CSI സഭയും ആകമാനമുള്ള ക്രിസ്ത്യ സഭയും ചിന്തിക്കുന്ന വിഷയം ഉപ്പും വെളിച്ചവും എന്നുള്ളതാണ്. സോൾട്ട് ആൻഡ് ലൈറ്റ്. ഇതിൻ്റെ അടിസ്ഥാനപരമായ 2 കാര്യങ്ങളാണ് ഇന്ന് നാം ചിന്തിച്ചത്. ഒന്ന്, ഈ ഉപ്പും പ്രകാശവും അത് സ്വാധീനത്തിൻ്റെ പ്രതീകമാണ്. ഈ ലോകത്തിൽ നമ്മെ സ്വാധീനിച്ച അനേകരുണ്ട്. അതിൽ നമുക്ക് ഈ സ്കൂളിലെ അധ്യാപകരും ഈ സ്കൂളിലെ അനുഭവവും നമുക്ക് ഒരു നല്ല അനുഭവമായി. ചില കാര്യങ്ങൾക്ക് തെറ്റായ സ്വാധീനത്തിലേക്ക് കൊണ്ടുപോകാമായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയിൽ അതിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ദൈവം നൽകി. ഒന്ന്, അന്നത്തെ ഞാൻ ഓർക്കുന്നുണ്ട്, സുഹൃത്തുക്കൾ ഒന്ന് പുകവലിക്കുവാൻ നിർബന്ധിക്കുന്നതാണ്. പുകവലിക്കാത്തവൻ എന്തോ കഴിവില്ലാത്തവനാണെന്നുള്ള ചിന്തയുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ആ ശിക്ഷണത്തെ പേടി എനിക്ക് ഭാരതത്തിൽ ലഭിച്ച ഒരു ആധ്യാത്മിക പ്രചോദനവും അതിനൊക്കെ മാറ്റിയതായിട്ട് ഞാൻ ഓർക്കുന്നു. വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം സ്നേഹത്തോട് അഭ്യർത്ഥിക്കട്ടെ. നിരവധി നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് സ്ഥലപരിമിതി വളരെ കുറവാണ്, അറിയാമല്ലോ. ദയവായിട്ട് എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുതി നിന്നിട്ട് ആ ഫീൽഡിലൂടെ ഒന്ന് കാര്യമാണ് പ്ലീസ്. കാരണം നമുക്ക് നിരവധി ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ടാവും, ഇരിക്കാൻ സീറ്റിലാണ്. അതുകൊണ്ട് ഫ്രണ്ടിൽ നമുക്ക് വേക്കൻറ്റ് ഇടാം. ദയവായിട്ട് ഒന്ന് സഹകരിച്ചാൽ എല്ലാവരും തങ്ങളുടെ ഫീൽഡിലോട്ട് സീറ്റിലോട്ട് കാര്യം ചെയ്യുന്ന ഈ പ്രോഗ്രാമിനെ വിജയിപ്പിക്കുവാനാണ് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഒന്നാണ് പ്ലീസ്. നമ്മുടെ ഈ കലാലയത്തിൽ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായി ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ TV ജോസഫ് അച്ഛൻ, KTB കോളേജ് മുൻ പ്രിൻസിപ്പൽ എന്ന നിലയിലും ആധ്യാത്മിക രംഗത്തും അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വളരെ ആകസ്മികമായിട്ട് ഈ സ്കൂളിൽ വീണ്ടും ഒന്ന് വരാനായിട്ട് എനിക്കിടയായി. അന്ന് വേവ് സാറിനെ കൂട്ടി ഞാൻ ഈ സ്കൂളിൽ ഇവിടെ ചുറ്റി നടന്ന് കണ്ടിരുന്നു. അപ്പം ഞാൻ വേവ് സാറിനോട് പറഞ്ഞ ഒരു കാര്യം, സാറേ ഞാനിതിൽ പഠിച്ച് 1964 പഠിച്ചിറങ്ങിപ്പോയതാണ്. 64 പഠിച്ച ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരാൾ കൈകൊണ്ടിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ അന്ന് ഞാൻ വേവ് സാറിനോട് പറഞ്ഞ കാര്യം, സാറേ ഞാനിതിൽ 64 ഇറങ്ങിപ്പോയതാണ്.
പിന്നീട് ഇതിലെ ബസ്സിൽ പോകുമ്പോഴൊക്കെ ഞാൻ ബസ്സിലിരുന്ന് കരഞ്ഞിട്ടുണ്ട് ആരും കാണാം. അത് ഈ സ്കൂളിൻ്റെ അന്നത്തെ സ്ഥിതി വരും. അതുകൊണ്ട് അതിനൊരു മാറ്റം വന്നാൽ മാത്രമേ ഇനി സ്കൂളിലോട്ട് ഞാൻ വരുന്നുള്ളൂ എന്ന് അന്ന് ഞാൻ ഓർക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാര്യം വിദ്യാഭ്യാസത്തിലൂടെ അല്ലാതെ ഒരു സംഭവവും ലോകത്തിൽ വളർന്നിട്ടില്ല, വളരില്ല എന്നാണ്. കാരണം കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം വീട് പോയതാണ്. ആ വീട്ടിൽ നിന്ന് എണീക്കില്ല എന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള പല ആളുകളും വിചാരിച്ചത്. കോട്ടയം ഫീനിക്സ് പക്ഷിയെ പോലെ ദൈവം അദ്ദേഹത്തെ ഉയർത്തി ഇന്ന് ഈ 75ാമത് വാർഷിക ദിനം കൊണ്ടാടുന്നത് ആയുസ്സും ആരോഗ്യം എന്നുള്ള ദൈവത്തിന് മനഃപൂർവ്വമാണ് നന്ദി പറയുന്നത്. അന്ന് വന്നപ്പോൾ ഞാൻ ഈ സിനിമാത്തിന് ജഗുവിനെയൊക്കെ ഞാൻ കണ്ടു. ഞാൻ ഭയങ്കരമായിരിക്കുന്നു. അവരെല്ലാം ഒരു വാക്കിൽ പറഞ്ഞു. സുനിലിനൊക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ദേവി സാർ അല്ലായിരുന്നു, ഇത് നടക്കില്ല. ഇത് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ ഇതിനെ ആരും പറയത്തില്ല, മറന്നു. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ശരിയാകും, അതുകൊണ്ട് പറയും. അതുകൊണ്ട് ദേവ് സാറിനെ വീണ്ടും സാക്ഷാത്കാരം അയച്ചിട്ടുണ്ട്. ഈ സ്കൂളിൽ ഇനിയും വളരെ കാലം ദീർഘകാലം നിലനിൽക്കുന്നു. ഞാനിങ്ങനെ വന്നപ്പോൾ എൻ്റെ കൂടെ വെരി ഗുഡ് ടീച്ചറുണ്ടായിരുന്നു. ഇവിടുത്തെ ആദ്യത്തെ SSLC ക്ലാസ്സിൽ പഠിച്ചിറങ്ങിയ വെരി ഗുഡ് ടീച്ചർ. അപ്പം ടീച്ചർ പറയുകയായിരുന്നു ആ 49 സ്കൂളിൽ നിന്ന് എനിക്കിവിടെ പറയാം 49 രണ്ടുപേരും 49 ടീച്ചർ നിന്ന് പഠിച്ചു പോകുന്ന അഡ്മിഷൻ നടക്കുന്ന സമയത്ത് അന്ന് വരെ 7ാം ക്ലാസ്സിലൊക്കെ പഠിത്തം നിർത്തി വേറെ പേര് വർഷങ്ങൾക്ക് ശേഷം ഹൈസ്കൂളിൽ നിന്ന് പഠിച്ചു. അങ്ങനെ പഠിച്ചു പോയ പല ആളുകളും പല നിലകളിലും ഒരിക്കൽ കൂടി ആദ്യം പറഞ്ഞുകൊണ്ട് ഈ സ്കൂളിലെ ടീച്ചേഴ്സിന് പിന്നെ പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റികളും സിബി ഉൾപ്പെടെ. അപ്പോൾ ബേസാറിനോട് ഒരിക്കൽ പറഞ്ഞപ്പം ബേസാർ പറഞ്ഞു സിബി എന്ന് പറഞ്ഞ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി അവനാണ് ഇതിൻ്റെയൊക്കെ പിന്നെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിഞ്ഞുകൊണ്ട് ഇത് എന്നെ മാത്രമല്ല എന്നെയും എന്നെ പോലുള്ള അനേകം തലമുറകളുടെയും പ്രതിനിധിയായിട്ട് ഞാൻ നന്ദി പറഞ്ഞു എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഹൃദ്യമായ കാച്ചിക്കുറുക്കിയ വാക്കുകളോട് നമ്മോട് സംബന്ധിച്ച് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രൊഫസർ PV ജോസഫ് മറ്റു നന്ദി സ്നേഹവും ഈ സമയത്ത് അർപ്പിക്കുന്നു. നമ്മോടൊപ്പം ഏറെ വിശിഷ്ടനായ ഒരു ഗുരുനാഥനുണ്ട്. നമ്മുടെ സ്കൂളിൽ പഠിച്ചു തീർന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി തീർന്ന് തുടർന്ന് ആ മേഖലയെക്കാളും കൂടുതൽ അധ്യാപക രംഗത്ത് വന്ന് രാഹുൽ സെൻട്രൽ കോളേജിന്റെ പ്രിൻസിപ്പളായും ഇപ്പോൾ വലിയൊരു സ്ഥാപനം തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു എഡ്യൂക്കേഷൻ സൊസൈറ്റി ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് സാർ നമ്മുടെ ക്ലാസ്സിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ സ്നേഹ വാക്കുകൾക്ക് കാതോർക്കാം. നല്ലൊരു കൈ സ്ഥാനം സ്വാഗതം ചെയ്യാം. യോഗത്തിന് അനുഗ്രഹ പ്രഭാഷണം നൽകിയ ആദരണീയനായ റൈറ്റ് റവറൻഡ് ഡോക്ടർ KG ദാനിയേൽ തിരുമേനി, യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ സണ്ണി മാർട്ടിൻ, യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസ്, ഈ എനിക്ക് ഇത്രയൊരു സന്തോഷകരമായ ഒരു കാര്യം ഇന്ന് ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പരിധിവരെ എനിക്ക് പുറത്ത് ഓടിപ്പോകാൻ പറ്റില്ല. കാരണം ഓരോ സമയവും ഓരോ കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമായിരിക്കുകയാണ്. അപ്പം ഞാൻ എനിക്കിവിടെ എല്ലാ കാരണവുമുണ്ട്. പക്ഷെ ഞാൻ വീടുകളിൽ പോലെയാണ്. എന്നെ ഓഫീസിൽ പോലും ഒരുപോലെയാണ്. എൻ്റെ മകൻ വക്കീലാണ്, എൻ്റെ ജ്യേഷ്ഠ മകൻ വക്കീലാണ്. എനിക്ക് എൻ്റെ സമയം ഞാനല്ല തീരുമാനിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ സ്കൂളാണ്, ഈ സ്കൂളിലെ ടീച്ചർമാരാണ്. എനിക്ക് അന്നൊരു നിരാശയുണ്ട്. എനിക്ക് സ്പിച്ച് വന്ന ആ ചെറുപ്പത്തിൽ എനിക്ക് കണക്കെന്ന് പറയുന്നൊരവസ്ഥ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1ാം ക്ലാസ് മുതൽ കണക്ക് ടീച്ചർമാരെന്ന് വെച്ചാൽ സോഷ്യൽ സ്റ്റഡീസ്
പഠിപ്പിക്കുന്നവർ മിടുക്കനാണെന്ന് പറയും, മലയാളം പഠിപ്പിക്കുന്നവർ മിടുക്കനാണെന്ന് പറയും. എല്ലാം എനിക്ക് രണ്ടുണ്ട്. രണ്ടും നാലും ചോദിച്ചാൽ അഞ്ചെന്ന് ഞാൻ പറയും. എൻ്റെ ഗുരുവായ മാതൃഭാഷ തന്നെ എൻ്റെ മാർക്ക് ഉണ്ട്, ഇതിന് ഞാൻ ചുവയെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. പഠിപ്പിച്ച് ഓണത്തിന് എനിക്ക് 16 മാർക്ക് കൊണ്ട് പഠിപ്പിച്ച് 8 വർദ്ധിച്ചു. അദ്ദേഹത്തിന് അരിഷ്ടമാണ്. പിന്നെ ഞാൻ ആക്ഷേപിക്കുകയാണ്, ഇംഗ്ലീഷിലൊക്കെ എങ്ങനെയാണ് മാർക്ക് കിട്ടുന്നത്, അപ്പോൾ എങ്ങനെ കണക്കിന് കുറയുന്നു. എനിക്കൊന്നും അതിന് മറുപടി പറയാൻ പറ്റിയില്ല. സ്കൂളിലെ 2ാം റാങ്കുകാരനാണ് ഞാൻ. 1ാം റാങ്കുകാരൻ എൻ്റെ അയൽവാസിയും എൻ്റെ സുഹൃത്തുമായ ജോസഫ് സെക്രട്ടേറിയൻ. എനിക്ക് ഇന്ന് ഈ നിലയിൽ ഇത് ഉള്ള അവസരം കിട്ടിയത് ബേബി സാറും മറ്റു എസക്കിയൽ സാറുമാണ്. എൻ്റെ മനസ്സിന് ആശ്വാസം ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. എന്നോട് സെക്രട്ടറി ആരാ, പിന്നെ കാര്യമായിട്ട് പറഞ്ഞു അന്ന് ഭൂതാനാണ്, ആരാണ് പണ്ടേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നയിച്ചത്, വിശിഷ്ടതാണ്. പക്ഷെ കണക്കെന്ന് പറയുന്നൊരു വസ്തു എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും വേറെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഈ കിഴക്ക് പറഞ്ഞാലൊന്നും അറിയില്ല. അപ്പം ഞാനിത് കോടതിയിൽ പറയുമ്പോൾ അവർ ചോദിക്കും, പിന്നെ എങ്ങനെയാണ് നിങ്ങളിങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ കേസുകൾ സുപ്രീം കോടതിയിലൊക്കെ വാദിക്കുന്നത്? ദൈവകൃപയും ഞാൻ പറയും, എൻ്റെ സ്കൂളിൽ എൻ്റെ പഠിപ്പീര് മാത്രമാണ്. ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എൻ്റെ സുഹൃത്തു. ഇനിയും നമ്മെ വിട്ട് കടന്നുപോയി 1 വർഷം മുമ്പ്. അതുപോലെ നമ്മുടെ പ്രിയമുള്ള കൂട്ടുകാർ നമ്മളെ വിട്ട് കടന്നുപോയിട്ടുണ്ടാവാം. അവർക്കെല്ലാം സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഇന്ന് ജീവിക്കുന്ന ഇതിഹാസമായി മാറിയിരിക്കുന്ന ലിസിയാമ്മ ടീച്ചറും അതുപോലെ മേരിക്കുട്ടി ടീച്ചറും, ടീച്ചർ ക്രാഫ്റ്റ് അധ്യാപികയായിരുന്ന ലിസിയാമ്മ ടീച്ചർ അധ്യാപനത്തിന് നേരെ ശോഭിച്ചു. ഈ 2 ഗുരുനാഥന്മാർ ഇവിടെ പഠിച്ചു വന്ന ഒരു വട്ടം കൂടി ഓർമ്മ എത്തുന്ന പ്രിയമുള്ള കൊച്ചു കുട്ടികൾ തന്നെയാണ്. നല്ലൊരു കൈയടിച്ചതിന് ശേഷം നമ്മൾ ഈ പ്രിയപ്പെട്ടവരെ ആദരിക്കാം. തിരുമാപ്പമറ്റം NDCMS ഹൈസ്കൂളിന്റെ സ്നേഹാദരങ്ങൾ, പ്ലാറ്റിനം ജൂബിലി, അക്ഷരമുറ്റം, തിരുമുറ്റം, ഒരു വട്ടം കൂടി ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം കടന്നു വന്ന ഈ മുറ്റത്ത് ഓടിക്കളിച്ചിരുന്ന പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരാണ് ഇവർ 2 പേരും. ഇന്നവർ ഗുരുനാഥനാണ്. തിരുമാപ്പമറ്റത്തിന്റെ ഈ നിറഞ്ഞ സദസ്സിന്റെ സ്നേഹാദരങ്ങൾ, പ്രാർത്ഥനകൾ, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊള്ളുന്നു. മേരിക്കുട്ടി ടീച്ചർ ജീവിക്കുന്ന ഒരു ചരിത്ര പുസ്തകമാണ്. എഴുത്തുകാരിയാണ്, അധ്യാപികയാണ്. നമ്മോടൊപ്പം എപ്പോഴും ഉണ്ട്. സ്നേഹ സാന്നിധ്യത്തിൽ നിറഞ്ഞ മനസ്സിന് 1000 നന്ദി ഈ സമയത്ത് അർപ്പിച്ചുകൊള്ളുന്നു. ഇങ്ങനെയൊരു അവസരം ഒട്ടും പ്രതീക്ഷിച്ചതല്ല, എങ്കിലും 2 വാക്ക് പറയാനുള്ള അവസരം ലഭിച്ചു. ഞാൻ സന്തോഷിക്കുന്നു. 1949 മുതൽ 52 വരെയുള്ള കാലഘട്ടത്തിൽ ഈ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് 31 കുട്ടികളാണെന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ SSLC പരീക്ഷയ്ക്ക് 24 കുട്ടികൾ മാത്രമേ അന്ന് എഴുതിയുള്ളൂ. അതിൽ 18 പേരന്ന് പാസ്സായി. പക്ഷേ ഇന്ന് അതിൽ എത്ര പേർ ജീവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ NDCMS സ്കൂൾ കൂടെ സ്ഥാപിതമായിരുന്നില്ല എങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കാൻ ഇടയാകില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് സമീപ പ്രദേശങ്ങളിലൊന്നും ഹൈസ്കൂൾ ക്ലാസ്സുകളില്ല. പഠിക്കണമെങ്കിൽ തൊടുപുഴയിലോ പാലായിലോ പോകണം. അങ്ങനെ പോയി പഠിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഞങ്ങൾ രക്ഷകർത്താക്കൾക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ സ്കൂൾ വന്നത്, പഠിക്കാൻ സാധിച്ചത് വലിയൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിനുശേഷം തുടർന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടായി. പഠിച്ചു. ഞാനൊരു ഡിഗ്രി പാസ്സായി, BEd പാസ്സായി. എനിക്ക് കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിൽ ഒരു അധ്യാപികയായി ജോലി ലഭിച്ചു. 1991 ഞാൻ പെൻഷനായി. ഇപ്പോൾ എഴുതുമ്പുറത്ത് ഞാൻ താമസിക്കുന്നു. പ്രത്യേകിച്ച് വേറെ ജോലികളൊന്നും തന്നെ ഇല്ല.
എന്തായാലും ഇതിനൊരു അവസരം എനിക്ക് ലഭിച്ചതിന് ഞാൻ അതിലും വളരെ സന്തുഷ്ടയാണ്. ഈ അവസരം തന്ന എല്ലാവരും നന്ദിയെ ഞാൻ അറിയിക്കുന്നു. രണ്ട് വാക്ക് പറയാനുള്ള അവസരം എനിക്ക് ലഭിച്ചുവല്ലോ, അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനിയുള്ള കാലഘട്ടം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. അധ്യാപകര് ഇടയ്ക്കുണ്ടെങ്കിൽ പറഞ്ഞിട്ടോ, സാറാണ് നമ്മുടെ സ്കൂളിൽ സംഗീത അധ്യാപകർ ദീർഘവർഷം. സാർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. സാറിന് നല്ലൊരു ആർട്ടിക്കിൾ മാഗസിനിലുണ്ട്. സാർ ഒരു വാക്കിലൊരു ആശംസ. ഞാനിവിടെ 24 വർഷത്തോളം അധ്യാപകനായിട്ട് ജോലി ചെയ്യാൻ സാധിച്ചു. അതിൽ കുറച്ച് പേര് ഇവിടെ നിന്ന് സംഗീതപരമായിട്ട് ഉയർന്ന് കേരളത്തിന് വെളിയിൽ സംഗീതവുമായിട്ട് കഴിയുന്നുണ്ട്. അത് അറിയാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാനിവിടുത്തെ അധ്യാപകൻ മാത്രമായിരുന്നില്ല, 69 കാലഘട്ടങ്ങളിൽ ഞാനവിടെ വിദ്യാർത്ഥിയായിരുന്നു. അങ്ങനെ ഇവിടുത്തെ പഠിച്ച് പിന്നെ സംഗീത കോളേജുകളൊക്കെ പോയി അവിടുന്ന് ഡിപ്ലോമ നേടിയതിനു ശേഷം ഒരു സുപ്രഭാതത്തിൽ അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഗുരുനാഥനായ അവിടെ ഇരിപ്പുണ്ട്. ഞാനിതിൽ റോഡെ വേറൊരു കാര്യത്തിൽ നടന്നു പോകുമ്പോൾ, എൻ്റെ പേര് ജോസഫ് ടി എം ആണ്. അപ്പോൾ എന്നെ വിളിച്ചു, എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നപോലെ ചർച്ച പോലെ അപ്പോൾ സംഗീത അഭ്യാസമൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ എസ്.കെ. അച്ഛനും ഇവിടെ ഉണ്ടായിരുന്നു. എസ്.കെ. അച്ഛൻ ബേസാർ ഇവരെ കൂടി എന്നോട് പറഞ്ഞു, ഇവിടെ ആദ്യം താമസിക്കാതെ സംഗീതത്തിനൊരു പോസ്റ്റ് ഉണ്ടാവും, എത്രയും പെട്ടെന്ന് പഠിച്ച് പാസ്സായി വിടാൻ. ഞാൻ പറഞ്ഞു, എനിക്ക് 2 വർഷം പാസ്സാകും. അങ്ങനെ പാസ്സായി എനിക്കിവിടെ ജോലി കിട്ടി. അങ്ങനെ ഞാനിവിടെ വന്നു ചേരാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പഠന സാഹചര്യങ്ങൾ, എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിരുന്നു. അല്ലെങ്കിൽ എനിക്കിതിലും ഉയർന്നു പോകാൻ സാധിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇച്ഛായന് 4.5 വയസ്സായപ്പോൾ മരിച്ചതാണ്. പിന്നെ അമ്മയ്ക്കറിയാവുന്ന രീതിയിലൊക്കെ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചു, സ്കൂളുകളിൽ വിട്ടൊക്കെയാണ് ഞാൻ പഠിച്ചത്. യഥാർത്ഥത്തിൽ ഞാനൊരു സംഗീത അധ്യാപകൻ വേണ്ടി സംഗീതം പഠിക്കാൻ പോയതല്ല. സംഗീതം എനിക്ക് ചെറുപ്പത്തിലെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് കുറച്ച് സംഗീതം പഠിച്ചേക്കാനുള്ള രീതിയിൽ ഞാൻ ഇറങ്ങി തിരിച്ചു. അങ്ങനെ പഠിച്ച് അവിടെ പാടി ഇവിടെ പാടി ഇങ്ങനെ വന്നപ്പോഴത്തേനും ഒരു ജോലിക്ക് വേണ്ടി പഠിക്കാൻ ആവശ്യപ്പെട്ടു. പഠിപ്പിച്ച ആൾക്കാർ ആദ്യമേ അവസാനം പഠിച്ച ഒരു പാട്ടായിരുന്നു. സാറായിരുന്നു ആ പാട്ട് പഠിപ്പിച്ചത്. 2 സ്ഥലത്ത് അധികം മത്സരാർത്ഥികളില്ലായിരുന്നു. അവിടെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ സാറിൻ്റെ പാട്ട് ഇപ്പോഴും ഓർക്കുന്നു. സാറ് പാട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മോടൊപ്പം നമ്മുടെ തോമസ് സാർ ചെറിയ സാറുണ്ട്. തോമസ് ചെറിയ സാറിൻ്റെ ക്ലാസ് വളരെ രസമാണ്. സാറിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ പേര് വിളിക്കും. എന്താ മനോജ് ടി ബെഞ്ചമിനെ എന്നൊരു പേര്, നമ്മുടെയൊക്കെ പേര് വിളിക്കുന്ന സാറാണ്. സാറ് പാട്ടിനോട് അന്വേഷിക്കുമ്പോൾ സാറിന് പരിചയപ്പെടുത്താം. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഗണിതാധ്യാപകനായിരുന്നു. സാറിന്റെ വാക്കുകളിലേക്ക്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ, ഈ സ്കൂൾ ആരംഭിച്ചിട്ട് 75 വർഷങ്ങളായി എന്ന് നമ്മൾ മനസ്സിലാക്കി. ആദ്യമായിട്ട് ഈ സ്കൂൾ ആരംഭിക്കുന്നത് മധ്യ കേരള മഹായിടവകയുടെ കീഴിലാണ്. മധ്യ കേരള മഹായിടവയിൽ നിന്ന് വന്നു ചേർന്ന ഒരു ഭരത്തനാണ്. ഈ സ്കൂളിൽ ആദ്യകാലത്ത് വന്നിരുന്ന അധ്യാപകരെല്ലാം പടിഞ്ഞാറ് നിന്ന് ഇവിടെ എത്തിച്ചേർന്നവരായി. ഈസ്റ്റ് കേരള മഹായിടവകയുടെ കീഴിലായി കഴിഞ്ഞപ്പോൾ മിക്കവാറും എല്ലാ അധ്യാപകരും ഇവിടെ നിന്ന് പടിഞ്ഞാറേക്ക് കുടിയേറുകയുണ്ട്. എന്നാൽ എന്നെപ്പോലെ 1-2 പേര് മാത്രമാണ് ഇവിടെ തങ്ങിയത്. ഏതാണ്ട് 1979 മുതൽ ഞാൻ ഈ ഇവിടുത്തെ സ്കൂളുകളിൽ അധ്യാപകൻ. ഇവിടുത്തെ 4 ഹൈസ്കൂളുകളാണ് നമുക്കുള്ളത്. 1998 മേലുകാവ് ഹയർ സെക്കൻഡറി സ്കൂളാക്കി തീർക്കും. 2 പേരുടെ അടുത്ത തീർപ്പുണ്ട്. അല്ല ടീച്ചറുണ്ട്, ടീച്ചറുണ്ട്. ടീച്ചർ ഒരു വാക്ക് സാറിനെ കുറിച്ച് പറയണ്ട. അപ്പൊ ടീച്ചറിന് നല്ലൊരു കാര്യം എടുക്കാം.
എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയാൻ പാടില്ല. ഞാനിവിടെ 1964 മുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. 27 വർഷം അവിടെ വർക്ക് ചെയ്തു. എൻ്റെ സബ്ജക്റ്റ് ബയോളജി, കെമിസ്ട്രി, ഇംഗ്ലീഷ്. ഞാൻ പഠിപ്പിച്ചവരായിരിക്കും ഇവിടെ ഇരിക്കുന്നവരെല്ലാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം, സന്തോഷം എല്ലാം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ടീച്ചർ. പിന്നീട് നമ്മളിപ്പം മലയാളം അധ്യാപകർ 2 പേരുണ്ട്. എൽസി ടീച്ചറുണ്ട്, ക്രിസ്ത്യാമ ടീച്ചറുണ്ട്. ഒരു വാക്കിന് ഓക്കെ, 2 പേർ ഒരുമിച്ച് മൈക്ക് കൈമാറുകയാണ്. നമസ്കാരം. എൻ്റെ പേര് വിജയലക്ഷ്മി. ഞാൻ 9ാമത്തെ ഡിവിഷൻ പുതുതായിട്ട് വന്ന സമയത്ത് എനിക്കിവിടെ ഒരു ചാൻസ് കിട്ടി. ഞാനിവിടെ വന്നു. 1991 തോന്നുന്നു. അത് കഴിഞ്ഞ് ഒരു 11 കൊല്ലം ഞാൻ ഇവിടെ വർക്ക് ചെയ്തു. ഞാൻ മാത്തമാറ്റിക്സാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. 2002 ഞാൻ റിട്ടയർ. നമസ്കാരം. എൽസി തോമസ് ആണ്. ഞാൻ മലയാളം ടീച്ചറായിരുന്നു. 1984 ഇവിടെ ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് ആയിട്ട് അധ്യാപികയായതാണ്. ഇപ്പോൾ ഞാൻ വാഴക്കുളത്താണ് താമസിക്കുന്നത്. ഈ സ്കൂളിലാണ് 18 വർഷം ഞാൻ വർക്ക് ചെയ്തത്. അതിന് ശേഷം CMS മേലുകാവിലും വർക്ക് ചെയ്തു. അങ്ങനെ പെൻഷനാകുകയാണ് ചെയ്തത്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, എൻ്റെ പേര് JJ ജോസഫ്. ഞാൻ ഈ സ്കൂളിൽ KJ സാമുവൽ തിരുമേനോടൊപ്പം 8ലും 9ലും പഠിച്ചയാളാണ്. അന്ന് പഠനത്തിന് ശേഷം ഞാൻ മേലുകാമറ്റം സെൻറ് തോമസ് UP സ്കൂളിൽ അധ്യാപകനായി തീരുകയും അവിടെ ഹെഡ്മാസ്റ്ററായി എല്ലാം കൂടി 30 കൊല്ലം സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. ആ സ്കൂളിൽ നിന്നും 4 ഡിവിഷനിൽപ്പെട്ട പിള്ളേർ A, B, C, D 4 ഡിവിഷൻ ഉണ്ടായിരുന്നു 7ാം ക്ലാസ്സിൽ. ആ സ്കൂളിലെ പിള്ളേരെ ഭൂരിഭാഗവും ഈ സ്കൂളിലേക്കാണ് തന്നുകൊണ്ടിരുന്നത്. അതിൽ ബേബി സാറ് ഞങ്ങളോട് വളരെ അടുത്ത് പെരുമാറുകയും പള്ളിക്കൂടത്തിലെ ഏത് ആവശ്യത്തിനും വേണ്ടിയാലും വന്ന് സഹായിക്കുകയും ചെയ്യുന്നു. ഈ MDCMS ഹൈസ്കൂളിന് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. സാറ് പറഞ്ഞതിൻ്റെ കൂടെ ഒരു കാര്യം പറയാം. സാറിൻ്റെ പാലം വരുന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് 3-4 പേർക്ക് ഈ ഹൈസ്കൂളിലെ ഹെഡ്മാസ്റ്റർ കല്ല് തന്ന കാര്യം ഇപ്പോൾ സാറും ഞാനും ഹൈസ്കൂളുകാരനായിരുന്നു. സാറിൻ്റെ അമ്മ ചോറ് കൊടുത്ത് സ്കൂളിലേക്ക് വിടുന്ന കാലത്ത് 5 കണ്ടത്തിൽ ഐക്കരക്കുന്ന പറമ്പിൻ്റെ ഇടയ്ക്ക് ഇടവഴിക്ക് ഒരു പാലം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കൂട്ടുകാർ വരുമ്പോൾ ചിലപ്പം ഈ പാലം വലിച്ചിട്ടെന്നുള്ള ഒരു പരാതി സാറ് ഇവിടുത്തെ ഹെഡ്മാസ്റ്റർ നമ്മുടെ സാറിൻ്റെ പേര് മറന്നുപോയി, കൊട്ടാരക്കര വാസ്റ്റയിൽ പോകുന്ന മത്വശൻ സാറിനൊക്കെ വിളിക്കുന്നതായിരിക്കും. ഏതായാലും സാറ് വിളിച്ചു ഞങ്ങൾക്ക് 3-4 പേർക്ക് തല്ല് തന്നു. ഈ കാര്യം ഇപ്പോൾ ഓർക്കുകയാണ്. ഇതുപോലെ തന്നെ എൻ്റെ കൂടെ 1972 പഠിച്ച PV ജോസഫ് അച്ഛൻ്റെ അനിയൻ PV വർഗീസ് യൂണിവേഴ്സിറ്റി ജോലി കഴിഞ്ഞ് വിശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ അന്നൊക്കെ പിള്ളേർ 90% 57% ജയിക്കുന്ന കാലമാണ്. അപ്പം ബാക്കി 43% എങ്ങനെയെങ്കിലുമൊക്കെ നിർബന്ധിച്ചൊക്കെ ജയിപ്പിക്കാനൊക്കെ സാധിച്ചു. ഇപ്പം വഴി കൂടെയൊക്കെ പോകുമ്പം സാറ് 10ാം ക്ലാസ് ജയിപ്പിക്കാൻ എന്നെ ഉത്സാഹിപ്പിച്ചാൽ ഞാനിവിടെ എത്തുകയായിരുന്നൊക്കെ പലരൊക്കെ പറയുന്നുണ്ട്. ഏതായാലും 8500ഓളം പിള്ളേർ ഇവിടെ പഠിച്ച് ജയിച്ചെങ്കിൽ അവർ 500 പിള്ളേരെ തോറ്റവരെ ജയിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. തീർച്ചയായും പിന്നെ തിരുമേനി ഉൾപ്പെടെ പറഞ്ഞു 8ലും 9ലൊക്കെ തോറ്റിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും തോറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചോദിച്ചോട്ടെ, 8ാം ക്ലാസ് ഏതെങ്കിലും വിഷയത്തിന് തോറ്റവരുണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തിന് കൈ കുലിക്കോ? 2 പേരുണ്ട്. കണക്കിന് തോറ്റിട്ടുണ്ട്. പിന്നെ 9 തോറ്റവരുണ്ടോ? 9ല് ഉണ്ട്. ഇന്ന് ആ തോൽവി അഭിമാനകരമാണോ? കാരണം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം എനിക്ക് കണക്കിന് 8 മാർക്ക്, ഫിസിക്സിന്
ഫിസിക്സിന് 9 മാർക്ക്. അപ്പൊ ഇങ്ങനെ ഇരിക്കെ നമുക്കറിയുന്ന പോലെ ഏതൊരു ക്ലോക്കിന്റെയും സെന്ററിൽ ഓടുന്ന അതിന്റെ കേന്ദ്ര ഭാഗമുണ്ട്. എല്ലാ സമയവും കാലങ്ങളും സംഗമിക്കുന്ന ഒരു സ്ഥലം. അത് ഈ പ്ലാറ്റിനം ജൂബിലിയുടെ ക്ലോക്കിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് നമുക്കറിയാം പ്രിയപ്പെട്ട ഐസക് സാറാണ്. ഐസക് സാർ മമ്മിയുടെ പപ്പയുടെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവന് 8 മാർക്ക് ഉണ്ട് 8ാം ക്ലാസ്സിൽ ഒരു വിഷയത്തിന് വേറെ തോറ്റിരിക്കുകയാണ്, 10ാം ക്ലാസ്സിലെ പടി കാണത്തില്ല എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അധ്യാപകരുടെ ഒരു വഴക്കിന് വലിയ വിലയുണ്ട്. ആ വഴക്കെന്ന് പറഞ്ഞാൽ റോക്കറ്റിന് തീ കൊടുത്തതുപോലെയായിരുന്നു. സാറിന്റെ ആ വാക്ക് എനിക്ക് ഭയങ്കര പ്രചോദനവും ഒരേ സമയം വിഷമവും, നീ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു ചിന്ത ഉണ്ടാക്കിയതുകൊണ്ട് 9ാം ക്ലാസ് ഉത്സാഹിച്ചു. സാറിന്റെ അടുക്കൽ ട്യൂഷന് പോയി കണക്കിന്റെ കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു തന്നു. ഇംഗ്ലീഷ് പറഞ്ഞു തന്നിട്ട് സാർ ഇംഗ്ലീഷും സാർ ക്ലാസ് എടുക്കുമായിരുന്നു. അങ്ങനെ വിജയം സമ്മാനിച്ച് ഇന്ന് ഒരു അധ്യാപകനാണ്, തോറ്റ ഒരു അധ്യാപകൻ എന്ന് വേണം പറയാം. 8ലും 9ലും ഒക്കെ തോറ്റ അധ്യാപകനാണ് ഞാനിന്ന്. അതിനെല്ലാം കാരണം നമ്മുടെ ഐസക് സാറിന്റെ വാക്കുകളാണ്. ആ കാലത്തെ അധ്യാപന വാക്കിനും വഴക്കിനും ഒരു നമ്മളെ കത്തിച്ച് മുമ്പോട്ട് കൊണ്ടുള്ള ശക്തി ഉണ്ടായിരുന്നു. അപ്പൊ 8ലും 9ലും തോറ്റവര് തിരുമേനിയൊക്കെ പറയുമ്പോൾ സന്തോഷം. അവര് മിത്ര സാർ ഇന്നില്ല. മിത്ര സാർ കഴിഞ്ഞ മീറ്റിങ്ങിന് വന്ന് പറഞ്ഞായിരുന്നു 9ലൊക്കെ തോറ്റുപോയപ്പോഴായിരുന്നു മാജിക്കിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ ഈ കലാലയത്തിൽ ജയിച്ചാലും തോറ്റാലും അത് വലിയ മാന്ത്രികത തന്നെയാണ്. പ്രാർത്ഥനയോടുകൂടി കടന്നു വരുന്ന അധ്യാപകരാണ് നമ്മുടെ ഈ കലാലയത്തിലുള്ളത് എന്ന് നമുക്ക് ഉറപ്പോടെ അറിയാൻ സാധിക്കും. ഞാൻ സാലിക്കുട്ടി എബ്രഹാം കണക്ക് ടീച്ചറായിട്ടാണ് ജോലിയിൽ കയറിയത്. ഞാൻ ആദ്യം ജോലിയിൽ കയറിയപ്പോൾ എൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ബേബി സാറ്. ഞാൻ 2019 റിട്ടയർ ആയത്. ഈ ഡയസസിലും പൂപ്പള്ളി, മേലുകാവ്, അതുപോലെ തന്നെ ചാലമറ്റം വർക്ക് ചെയ്യാൻ സാധിച്ചു. ഈ സ്കൂളിൽ 95 മുതൽ 2006 വരെ കണക്ക് ടീച്ചറായിട്ട് പ്രവർത്തിച്ചു. കണക്ക് ടീച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടാത്ത ഒരു ടീച്ചറാണ് കണക്ക് പഠിപ്പിക്കുന്നത്. എൻ്റെ സ്റ്റുഡൻ്റാണ് ഇപ്പോൾ വേദിയിലിരിക്കുന്ന മറിയാമ്മ ഫെർണാണ്ടസ്. എപ്പോഴും എവിടെ വെച്ച് കണ്ടാലും ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്യുകയാണ്. ഞാൻ റിട്ടയർ ആയിട്ട് 5 വർഷമായിട്ട് ഈ ഒരു വേദി ഒരുക്കി തന്ന ഇതിൻ്റെ ഭാരവാഹികൾ എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ടീച്ചർ. ധാരാളം പ്രിയപ്പെട്ട നമ്മോടൊപ്പം ഉണ്ട്. പ്രിയപ്പെട്ട സാർ, ഈ സ്കൂളിൻ്റെ മുറ്റം കാണുമ്പോൾ, ഈ പരിസരം കാണുമ്പോൾ എനിക്ക് സന്തോഷത്തിൻ്റെ ഏറ്റവും പരമപടിയാണ്. അത്ര കൊണ്ട് സന്തോഷകരമായ ഒരു സന്ദർഭം എനിക്കുണ്ടായിട്ടില്ല. എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒത്തിരി അധ്യാപകരുണ്ട്. ഞാൻ 9ാം ക്ലാസ്സിൽ 8 തൊട്ട് പൂട്ടി. എന്നാലും ഓർമ്മയുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഒന്ന് ഉമ്മർ സാർ തന്നെയാണ്. ഉമ്മർ സാറ് 1964 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ത്യ പതാക ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്കൊരു ഘോഷയാത്രയുണ്ട്, ഇന്ത്യ ഗവൺമെൻറ്റിനെ നമുക്ക് വേണ്ടിയിട്ട് നിശ്ചയദാർഢ്യം ആർപ്പിക്കാൻ വേണ്ടിയിട്ട് മേലുകാമറ്റം സെൻട്രൽ UP സ്കൂളിൽ പോയി അവരുടെ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് നമ്മുടെ മേലുകാമറ്റം MD സീനിയർ ഹൈസ്കൂളിൽ വയനാട്ടിൽ വന്ന ഒരു പ്രസംഗം, ഒരു പൊതുയോഗമുണ്ട്. ആരംഭിച്ചത് മുതൽ 3 ലക്ഷത്തിലധികം സേവന സന്നദ്ധ പ്രവർത്തനം നമുക്ക് വേണ്ടി ഈ സ്കൂളിന് വേണ്ടി സമ്മാനിച്ചത് പ്രിയപ്പെട്ട സാറിന്റെ സ്നേഹം നിറഞ്ഞ സന്മനസ് കൊണ്ടാണ്. നിരവധി അവാർഡുകൾ, പ്രത്യേകിച്ച് സേവന സന്നദ്ധ രംഗത്ത് രാജ്യാന്തര അവാർഡുകൾ വരെ തേടിയെത്തിയ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ലയൺസ് ക്ലബ്ബ് അദ്ദേഹത്തിന്റെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ സ്കൂൾ ധാരാളം ഓരോ വർഷവും നല്ല സഹായങ്ങൾ സന്നദ്ധമായുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പ്രതിനിധിക്കായി ശ്രമിച്ചുകൊണ്ട് സാർ. ഏറ്റവും ബഹുമാനപ്പെട്ട OSA പ്രസിഡന്റ്, ഏറ്റവും ആദരണീയനായ തിരുമേനി, ഏറ്റവും ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, എൻ്റെ ഗുരുനാഥനും ഹെൻറി ബേക്കർ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പളുമായ PVS അപ്പച്ച, സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഈ ഇരിക്കുന്ന എല്ലാവർക്കും, ഔദ്യോഗികമായിട്ട് ഈ സ്റ്റേജിലുള്ള എല്ലാവർക്കും രാവിലത്തെ സെക്ഷൻ്റെ നന്ദി. ഈ സ്റ്റേജിൽ ഇരിക്കുന്നവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഉച്ചയിലത്തെ പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ലൊരു ദിവസം ഇന്ന് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം ഫുഡൊക്കെ റെഡിയായെന്ന് പറഞ്ഞിട്ടും ഒരാൾ പോലും ഏക്കാതെ ഇത്രയും നേരം ഇവിടെ ഇരുന്ന നിങ്ങളോട് എല്ലാവരോടും ഈ ഒരു OSA കമ്മിറ്റിയുടെ പേരിൽ, സ്കൂളിന്റെ പേരിലും മാനേജ്മെന്റിന്റെ പേരിലും എല്ലാം സന്തോഷം അറിയിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത പ്രോഗ്രാമുകളിൽ കാണാം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രവാചകൻ ഒരിക്കലും സ്വന്തം നാട്ടിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്നതാണ്. എങ്കിൽ പോലും എന്നെ വ്യവസായം വിളിച്ചപ്പോ ഇങ്ങനെ ഒരു വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല.
അറിവിന്റെ കടലിരിക്കുന്ന മനസ്സില് അജ്ഞതയുടെയും മനസ്സതയുടെയും ചാരം വീണ് വിജ്ഞാനത്തിന്റെ ദീപ്തമായ പ്രകാശം അണഞ്ഞു പോകാതെ കഴിഞ്ഞ 75 വർഷം ഊതിത്തെളിയിച്ച ഈ കലാലയത്തോടുള്ള എൻ്റെ നന്ദി, എൻ്റെ സ്നേഹം, എൻ്റെ കടപ്പാട് അറിയിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ബേബിസാറിനെ പോലെ ഒരാള് ഇങ്ങനെ ഇവിടെ ഇക്കാലം വരെ ഇല്ലായിരുന്നെങ്കിൽ ഇതിത്ര മനോഹരമാകുമായിരുന്നില്ല, ഭംഗിയാകുമായിരുന്നില്ല. എൻ്റെ എല്ലാ അധ്യാപകരെയും ഞാൻ നമസ്കരിക്കുന്നു. പക്ഷേ എനിക്ക് ഒരു പേര് ഇവിടെ പറയാതെ പോകാൻ പറ്റുകയില്ല. അതെന്നെ കണക്ക് പഠിപ്പിച്ച എൻ്റെ ഉമ്മൻ സാറിനെ കുറിച്ചാണ്. അദ്ദേഹത്തെ ഒരുപക്ഷെ പിന്നീട് ഒരിക്കലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ ജീവിതത്തിന്റെ കൃത്യമായ ഒരു ദിശാസന്ധി വേളയിൽ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഉമ്മൻ സാറാണ്. MDCMS കോളേജിലെ മാത്തമാറ്റിക്സ് അധ്യാപകനായ ഉമ്മൻ സാറാണെന്ന് ഞാനിവിടെ അറിയിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അദ്ദേഹത്തെ ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഓർക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനകളുണ്ട്. എൻ്റെ എല്ലാ ഗുരുക്കന്മാരും എൻ്റെ പ്രാർത്ഥനകളുണ്ട്. എൻ്റെ അയൽവാസിയായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്തീരച്ചനെയും ഞാൻ അവസരത്തിൽ വളരെ നന്ദിയോടെ ഓർക്കുന്നു. എന്നും ചെറിയ ചേട്ടനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആടിനെ മേടിച്ചുകൊണ്ട് ഞാൻ ഈ ഗേറ്റ് വരും. ഒരു ആട് വിൽപ്പനക്കാരൻ്റെ രംഗമാണ് അഭിനയിക്കാനിരിക്കുന്നത്. ഞാൻ അതും കൊണ്ടൊരു കയറി വന്നു ആടിനെയും കൊണ്ട്. അപ്പോൾ നമ്മുടെ അന്നം ടീച്ചറുണ്ട്, ടീച്ചറിനെ കൊണ്ടുപോയി ആദ്യം ചേച്ചി ആട് വിൽക്കാനുണ്ടോ എന്നെ കണ്ണൂരി കാണിച്ചു. പിന്നെ പെൺകുട്ടികളാണ്, പെൺകുമാരെ ആട് വിൽക്കാനുണ്ടോ, ആട് കൊടുക്കാനുണ്ടോ, അവരെല്ലാം ഇല്ല എന്താണെന്ന് വിളിച്ച് ആഘോഷമായി ആഘോഷിച്ചത്. പിന്നെ കാണുന്നത് കുര്യൻ സാറിനെയാണ്, ഹെഡ്മാസ്റ്ററാണ്. ഭയമുണ്ട് പേടിക്കാനായിട്ട്. അദ്ദേഹത്തോട് ചോദിക്കാനൊന്നും പേടിയുള്ളവരും ചോദിച്ചില്ല. അങ്ങനെ ഒത്തിരി ഓർമ്മകൾ ഈ ചുറ്റുപാടാണ് ഉണ്ട്. എനിക്ക് ഇപ്പോഴും ആഗ്രഹമുള്ള കാര്യമുണ്ട്, ഈ 8ാം ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണ് ഒന്നിരിക്കണമെന്ന്. താങ്ക് യു സാർ. നമുക്ക് ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് വരണം, പിന്നീട് നമുക്ക് എപ്പോഴും സമയം കിട്ടും. ഇപ്പൊ നമുക്ക് ജോസഫ് സാറിന്റെ ഒരു പാട്ട് പാടി അതിനുശേഷം പ്രിയപ്പെട്ട വൈസ് ട്രഷറർ ശ്രീ സാറ് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അതിനുശേഷം വളരെ നേരം മടങ്ങി വരും. വീണ്ടും നമുക്ക് സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ട്. എല്ലാവരും ഒന്ന് സഹായിക്കണം, ഓർമ്മിക്കണം. ഇപ്പൊ നമുക്ക് സ്നേഹം ഒരുക്കിയ അത് പറയും സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ടവർ നന്ദി സ്നേഹവും ജൂബിലി ആഘോഷത്തിന്റെ പേരിൽ അർപ്പിക്കുകയാണ്. സാറിന്റെ പാട്ട് കേട്ടതിന് ശേഷം വോട്ടർ താങ്ക്സ് കൃതജ്ഞതയ്ക്ക് ശേഷം നമുക്ക് ഉടൻ മടങ്ങി വരാൻ 2 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. എന്തെങ്കിലും ഡിലേ വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്നേഹവാക്കുകൾ പകരാനുള്ള സമയമുണ്ട്. ഇപ്പോൾ നമുക്ക് സമയപരിധിക്കില്ല. അപ്പോൾ ഭക്ഷണം നമുക്ക് പ്രായമുള്ളവരുണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ച് മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ജോസഫ് സാറ് സംഗീതത്തിന്റെ മാസ്മരിക ലോകത്തേക്ക് നമ്മളെ കൈപിടിച്ചുകൊണ്ട് വന്ന് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നല്ല വാക്കുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ലഞ്ചിനായി പിരിയുന്നു. അതിനുശേഷം നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള വീണ്ടും മീറ്റിംഗ് പ്ലാറ്റിനം ജൂബിലി സമാപന ആഘോഷ പൊതുസമ്മേളനം ഉടൻ തന്നെ ആരംഭിക്കുന്നു. അതുകൊണ്ട് കഴിച്ചതിന് ശേഷം ആരും പോകരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കഴിച്ചതിന് ശേഷം എല്ലാവരും തിരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്ന് ഓർമ്മിക്കുന്നു.
കയറി പിടിച്ചു